ഹലോ ഫ്രണ്ട്സ്, മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിദംബരവും ടീമും ഇറക്കി വിട്ട പടം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്നറിയോ? യെസ്, നമ്മൾ റീസെൻ്റ്ലി വന്ന ഒരു ഇൻ്റർവ്യൂ, സുഷിൻ്റെ ഇൻ്റർവ്യൂവിൽ സുഷിൻ പറഞ്ഞിട്ടുണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പടം മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന്. അതെ. അപ്പം ട്രെയിലർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ട്രെയിലർ കണ്ടത് പ്രകാരം എന്താണ് അജയ്ക്ക് തോന്നുന്നത്? മഞ്ഞുമ്മൽ ബോയ്സ് പറഞ്ഞത് അപ്രകാരം തന്നെ നടക്കും. അതെ, കാരണം നമ്മൾ വിചാരിച്ച ഒരു ലെവലല്ല ടീസർ വന്നത്. നമ്മൾ സാധാ ഒരു മൂവി, ഒരു കോമഡി, ഒരു ഗ്യാങ്ങിന്റെ ഒരു മൂവിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു പേര് കേട്ടപ്പോൾ നമ്മളങ്ങനെ മഞ്ഞുമൽ ബോയ്സ്, ഒരു ബോയ്സിന്റെ ഒരു ഗ്യാങ്, കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു കോമഡി ലെവലാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. യെസ്, പക്ഷേങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷനിൽ നിന്ന് നല്ല റെഡിയാണ് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ ചിദംബരം, നമ്മുടെ ജാനേമൻ പടത്തിൻ്റെ ഒക്കെ ഡയറക്ടറാണ്. അപ്പം ജാനേമനെ കണ്ടവർക്കറിയാം, അത്യാവശ്യം നല്ല രീതിയിലൊരു കോമഡി ട്രാക്കിലൂടെ പോയിട്ട് നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്തൊരു പടമാണ് ജാനേമൻ. അപ്പം അതിൻ്റെ ആ ഒരു ബേസിൽ വെച്ചിട്ട് മഞ്ഞുമ്മൽ ബോയ്സ് അതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ കാര്യങ്ങൾ വന്നപ്പം ഒരു കോമഡി പടം ആ ഒരു ലേബലിലാണ് വിചാരിച്ചത് കേട്ടോ. ട്രെയിലർ കണ്ട് തുടങ്ങി. സംഗതി മറ്റൊരു ട്രാക്കാണ്. മറ്റൊരു ട്രാക്ക് എന്ന് പറയുമ്പോൾ ഒരു സർവൈവൽ മൂവിയാണ്. അതെ, ഇത് കഥ ട്രെയിലർ കണ്ട പ്രകാരം പ്രത്യേകിച്ച് എന്താ പറയുക, ഇതുവരെ ആരും എടുത്തിട്ടില്ലാത്ത പടം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. നോർമലായിട്ട് എന്താ പറയുക, നമ്മൾ കണ്ടുവരുന്ന ട്രെയിലറിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ഈ ഒരു മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ കൺവേ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഇനി അതിൻ്റെ ഉള്ളിൽ അത് എങ്ങനെയൊക്കെ നമ്മളൊരു പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നോക്കാനുള്ളത്. ഒരു റിയൽ സ്റ്റോറിയാണ് കേട്ടോ. അതെ, റിയൽ സ്റ്റോറി, റിയൽ ക്യാരക്ടേഴ്സും അതിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അതെ, ഡയറക്ടർ ചിദംബരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏകദേശം 11 ക്യാരക്ടേഴ്സ് പേരില്ലേ. ഒരു പ്രധാനപ്പെട്ട നടൻ എന്ന് പറയാൻ ആരാണുള്ളത്? ഇന്നൊരു നടനെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാൻ എനിക്ക് തോന്നുന്നു അത് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ആ ട്രാപ്പിൽ പെടുന്ന ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ 11 പേരുണ്ട്. നമ്മുടെ ശ്രീനാഥ് ബാസി, അതേപോലെ തന്നെ ബാസി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. ബാസി അത് ട്രെയിലർ കണ്ട പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം ബാസിക്കെന്നല്ല, അതിലെല്ലാവർക്കും അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്. ബട്ട് ആ ഒരു സർവൈവൽ എന്ന് പറയുമ്പം എന്താണ്, ഒരാളെന്തായാലും ആ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ഒരാളെന്തായാലും ഒരു കെണി പെട്ടിട്ടുണ്ട്. സംഭവം ഒന്നുമില്ല, ഒരു ബോയ്സിന്റെ ഗ്യാങ് ട്രിപ്പ് അടിക്കാണ് കൊടൈക്കനാലിലേക്ക്. അതേപോലെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ട്രിപ്പ് പോകുന്നതാണ് ഫ്രണ്ട്സിന്റെ കൂടെ, എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു കെണി ചാടിയിട്ടായിരിക്കും എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടാവും മോസ്റ്റ്ലി. അത് പറയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ കേസിനെ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഗുണ കേവ്സിലേക്ക് അവരൊരു ട്രിപ്പ് അടിക്കുകയാണ്. അപ്പം ആ കേവിൻ്റെ ഉള്ളിൽ നമ്മുടെ 11 പേരടങ്ങുന്ന ഗ്യാങ്ങിൽ ഒരാൾ പെട്ടുപോവാണ്. ആ ഗുഹയെക്കുറിച്ചും അതിൻ്റെ ദുരൂഹതകളെക്കുറിച്ചും അതിൽ പെട്ടുപോയിട്ട് ആൾ സർവൈവ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയാണ് പടം പോകുന്നത്. അപ്പം ഈ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന ഇൻ്റർവ്യൂവിൽ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്, പടം കണ്ടു കഴിഞ്ഞാലുള്ളൊരു അവസ്ഥ എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം നമ്മൾ ആ പടം കാണുന്ന ഓരോ സെക്കൻഡ് നമ്മൾ എന്തോ ഒരു സംഭവം, ഒരു ടെൻഷൻ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചാണ് ആ മൂവി കാണുന്നത്. ഇനി എന്ത് സംഭവിക്കുന്നില്ല രീതിയിൽ. നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, മലയൻ കുഞ്ഞ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത ഓരോരുത്തർക്കും അറിയാൻ പറ്റും. ഭയങ്കരമായിട്ട് സഫോക്കേഷൻ ആയിരുന്നു. നമ്മളിങ്ങനെ ഇനി എന്ത് ആ ഒരു ടെൻഷനായിരുന്നു. ആ ടെൻഷൻ ഇവർക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രെയിലർ കണ്ട പ്രകാരം നമ്മൾ ക്യൂരിയസ് ആവുന്നുണ്ട്. പിന്നെ ഇപ്പം ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളത് അത് പകുതിയും തമിഴാണ്. കൊടൈക്കനാൽ എന്ന് പറയുന്ന സംഭവമുണ്ടോ, പകുതിയും തമിഴുണ്ട്. തമിഴ് ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. നമ്മുടെ മറ്റേ ലിയോയിലൊക്കെയുള്ള പുള്ളിക്കാരനില്ലേ, ഇവിടെ പേര് ഓർമ്മയില്ലാവും. പുള്ളിയൊക്കെ ഇതിലുണ്ട്. ട്രെയിലറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേ വലിയൊരു ഗ്യാങ്, നമ്മുടെ യൂത്ത്, നമ്മുടെ പിള്ളേർ സെറ്റിലെ 11 ഗ്യാങ് കൊണ്ട് സെറ്റായിട്ടൊരു പടത്തിലേക്ക് അഴിഞ്ഞാടുകയാണ്. അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വിട്ടതാണ്. അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ 11 പേരെന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഫ്രെയിം ഫിറ്റിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ബുദ്ധിമുട്ടാണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് അങ്ങനെ വിനിച്ചോളം പറഞ്ഞു. ക്യാമറ ഫോളോ ചെയ്താണ്. ഇതിൻ്റെ കാസ്റ്റിംഗ് ഗണപതിയാണ്. ഗണപതി പാലും പഴവും കൈകളേന്തി ഗണപതിയാണ് കാസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, മ്യൂസിക്കിൻ്റെ കേസിലേക്ക് വന്നത് നമുക്കറിയാം സുഷിനാണ്. സുഷിൻ ഒരിക്കലും തന്നെ നമ്മളെ നിരാശപ്പെടുത്താറില്ല.
അപ്പം ഈ ഒരു പടത്തിൽ വെച്ച് നോക്കുന്നവരും സുഷിൻ പറഞ്ഞിട്ടുള്ളത് കുറച്ച് മുമ്പ് വന്ന ഒരു ഇൻ്റർവ്യൂവിൽ സുഷിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാള സിനിമയുടെ സീൻ മാറ്റാൻ പോകുന്ന ഒരു പടമാണ് മഞ്ഞുമൽ ബോയ്സ്. പക്ഷേ അന്ന് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയിട്ട് തള്ളി തുടങ്ങി ആ ഒരു ലേബലിലായിരുന്നു നമുക്കുള്ളത്. ബട്ട് ഇതിൻ്റെ ഈ ജസ്റ്റ് ട്രെയിലർ റിലീസായപ്പോൾ തന്നെ നീതി പുലർത്തിയിട്ടുണ്ട്. മാത്രമല്ല സുഷിൻ അത്രയും കോൺഫിഡൻസ് ആണ് പറയുന്നത്, പുള്ളിയുടെ ട്രാക്ക് പുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ മാറ്റി പിടിച്ചിട്ടുണ്ട്. പുതിയൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി, ഒരു മൂവിന്റെ സൗണ്ട് എഫക്ട്സിന് വേണ്ടിയിട്ട് അവരൊരു പുതിയൊരു ഇൻസ്ട്രുമെന്റ് ആൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആളുടെ ഗ്യാങ് പരിപാടി എല്ലാവരും കൂടി കൂടിയിട്ട് പുതിയൊരു ഇൻസ്ട്രുമെന്റ്, അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് പറയുന്നത്. അതിന്റെ വേറെ കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല. ഒരുപാട് സ്ട്രിങ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരുപാട് വെറൈറ്റി സൗണ്ട് മിക്സിങ്, സൗണ്ട്സ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സെല്ല് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ പടത്തിന് ശേഷം? ഒരിക്കലും ഇല്ല എന്നാണ് സുഷിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൂവിൻ്റെ ലൊക്കേഷൻ മോസ്റ്റ്ലി വരുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ മൂവിയിലും തമിഴുണ്ട്, തമിഴിലാണ് പല ക്യാരക്ടേഴ്സും വരുന്നത്. അതെ എനിക്ക് തോന്നുന്നു നമ്മൾ റീസെൻ്റ് ആയിട്ട് പാലക്കാട് നടന്ന ഇഷ്യൂ, മല കയറാൻ പോയിട്ട് ബാബു അത്തരത്തിലുള്ള എന്തെങ്കിലും ആകാമെന്നൊരു തോന്നലുണ്ട്. ഇത് അവർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. 98% ആ ഒരു ഗ്യാങ് 11 പേരുടെ ഗ്യാങ്ങിൽ നടന്ന ഒരു ഇഷ്യൂ ആണ്. അതിന്റെ എക്സാക്ട് ഫിലിം വേർഷൻ ആണ് കാണുന്നത്. പിന്നെ പടത്തിന്റെ കുറച്ച് എന്താ പറയുക ആസ്വാദനത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഗിമ്മിസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്നാണ്. ഇതൊക്കെ ഇതിന്റെ ഡയറക്ടർ തന്നെ പുറത്തു വിട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബാക്കി അത്രയും ആ ഒരു എക്സാക്ട് എന്താണോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു സാധനം തന്നെയാണ് ഈ ഒരു പടത്തിൽ വന്നിട്ട് അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് പടത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. പിന്നെ വേറെയും ഒരുപാട് പേര് ഈ ഒരു പടം ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ബട്ട് അതിൻ്റെ ഒരു എക്സാക്ട് ലെവലിലേക്ക് എത്തുമ്പം അതെങ്ങനെ ബീറ്റ് ചെയ്യും എന്നുള്ളത് ആ ഒരു ഡയറക്ടേഴ്സിന് കുറച്ച് കൺഫ്യൂഷൻ, പുതുമുഖങ്ങൾ തന്നെ ആയിരിക്കും ആ ഒരു ഡയറക്ടേഴ്സിന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അതിനൊക്കെ ബീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ചിദംബരം ഈ ഒരു പടം ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പം മഞ്ഞുമൽ ബോയ്സ് പടത്തിൽ കൂടുതലായിട്ട് ഇമോഷൻസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഇമോഷൻസിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതെ പിന്നെ നായികമാർ പടത്തിലില്ല. അൺഫോർച്ചുനേറ്റ്ലി നായികമാർ പടത്തിലില്ല എന്നാണ് പറഞ്ഞത്. കാരണം ആ ഒരു മഞ്ഞുമൽ ബോയ്സിന്റെ ഗ്യാങ്ങിനെ നോക്കുമ്പോഴും ഒരു പ്രണയോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും ഈ മഞ്ഞുമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തുള്ള ഒരു സ്ഥലമാണ് അല്ലേ? എറണാകുളത്തുള്ള ഒരു സ്ഥലമാണ് മഞ്ഞുമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവിടെ കുറച്ച് പേരേ ഉള്ളൂ. ആ കുറച്ച് പേര് അടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ് ഈ 11 പേരടങ്ങുന്ന മഞ്ഞുമൽ ഗ്യാങ്സ്, മഞ്ഞുമൽ ബോയ്സ്. അതെ, പിന്നെ അവർക്ക് പ്രത്യേകിച്ച് പ്രണയോ കാര്യങ്ങളൊന്നും ഇല്ല. അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പ്രണയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഫോഴ്സ്ഫുള്ളി ഒരു പടത്തിൽ പ്രണയം വേണമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം ഇതിൽ കുത്തി കയറ്റിയിട്ടില്ല, ഡയറക്ടർ വ്യക്തമാക്കിയിട്ട്. അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതെ. പിന്നെ ഇതിന് മൂവിന്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഹാൻഡ്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡിന്റെ ഒരു രീതിയിലാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ആ ഒരു വളപ്പിൽ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇത് കാണാം. പിന്നെ ബാസിയിൽ അതില് ട്രെയിലറിൽ കേവ്സിന്റെ ഉള്ളിൽപ്പെട്ട ബാസിയുടെ ഒരു സീനുണ്ട്. എനിക്ക് ആള് ന്യൂഡായിട്ടാണ് നിൽക്കുന്നത് തോന്നുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട്, ബട്ട് ക്ലിയർ ആയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് കണ്ട പ്രകാരം ആളതിൽ ന്യൂഡായിട്ട് നിൽക്കുമ്പോഴാണ് തോന്നിയിട്ടുള്ളത്. അത് കണ്ട പ്രകാരം കേട്ടോ, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പിന്നെ വടംവലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ആ ഒരു ഗ്യാങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ചിലപ്പോൾ ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ അത് വരാൻ മതി, ചാൻസ് ഉണ്ട് അല്ലേ? കാരണം കുറെ കയറൊക്കെ ആയിട്ട് പോകുന്ന ഒരു സീൻസ് നമ്മൾ കാണുന്നുണ്ട്. ശരിയാണ്, അത് ശരിയാണ് കേട്ടോ. അതെ, ഓക്കെ, അത് അടിപൊളി പോയിട്ടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ചൈൽഡ്ഹുഡും കാണിക്കുന്നുണ്ട്. അത് ട്രെയിലർ മുമ്പ് വന്ന് റിലീസ് ആയിട്ടുള്ള സോങ് കുതന്ത്രം, ആ ഒരു സോങ്ങില് ഈ പിള്ളേര് വെള്ളത്തിൽ ചാടുമ്പോഴും ഒരു കുട്ടി മാത്രം കുറച്ച് പേടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ ബാസി ആയിരിക്കും, ബാസി ആവാനാണ് ചാൻസ് സാധ്യത. കാരണം ഇതിൽ പെട്ടുപോയിട്ടുള്ളതും ബാസി ആക്കിയിട്ട് കണ്ട പ്രകാരം. അതെ, ബാസിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ക്യാരക്ടറെ വിളിച്ച് പറയുന്നതൊക്കെ കുട്ടേട്ടാന്ന് പറഞ്ഞു, കുട്ടേട്ടാന്ന് പറഞ്ഞു അവർ അലറിച്ചിട്ടുണ്ട്. അപ്പം അത് കാരണം നമ്മൾ അത്യാവശ്യം നല്ലൊരു സൗണ്ട് സിസ്റ്റത്തിൽ നമ്മൾ ഒരു ഹെഡ്സെറ്റ് വെച്ചാൽ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേടി, രക്ഷപ്പെടാനുള്ള ഒരു ത്വര, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ബാസി എന്തായാലും വേറെ ലെവലായി. കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചാടാൻ നോക്കുന്ന കുട്ടി ഒരു ഗ്യാങ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങ് പോകുന്നു ആ ഒരു മോഡലിലേക്ക്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലേ നമ്മളൊക്കെ ഓരോരുത്തരും സോളോ ട്രിപ്പ് അടിക്കുന്നവർ എത്ര പേരുണ്ട് അറിയാം. നമ്മൾ പോകുമ്പോൾ എന്തായാലും ഒരു ഗ്യാങ്ങുമായിട്ട് അങ്ങ് പോകും. പല പ്രശ്നങ്ങളാണ് ആ ഗ്യാങ്ങുമായിട്ട് പോയി കഴിഞ്ഞാൽ. അപ്പം അത്തരത്തിലുള്ള ഒരു ഗ്യാങ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ഞുമൽ ബോയ്സ്. ഒരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ക്വാളിറ്റി മൂവിയിൽ ഉണ്ടാവും. കാരണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. പിന്നെ ഈ പടം നടക്കുന്ന ഒരു ടൈം പീരീഡ്, കാലഘട്ടം എന്ന് പറയുന്നത് 2006. അതെ, ആ ഒരു ക്യാമറ അതിൽ ഒരു ഫോട്ടോ എടുക്കുന്ന സീൻ കേട്ടോ. എൻ്റെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന ഒരു ക്യാമറ.
ഒരു 2000 to 2005-6 ആ ഒരു റേഞ്ചിൽ ആ ഒരു പീരീഡിലുള്ള കഥയാണെന്നാണ് തോന്നുന്നത്. കാരണം ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളും. അതെ അതെ, ആ ഒരു പാറ്റേൺ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം. അവരുടെ ആ ഒരു ഗ്യാങ് 2006 ആ ഒരു ഗ്യാങ് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ മഞ്ഞുമ്മൽ ബോയ്സിലൂടെ അവർ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത്. അപ്പം പടം വലിയൊരു വിജയമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റിലീസിംഗ് ഡേറ്റ് വന്നിട്ടില്ല, റിലീസിംഗ് ഡേറ്റ് അനൗൺസ് ചെയ്തില്ല. ട്രെയിലർ മാത്രമേ നിലവിൽ വന്നിട്ടില്ല. ആ ഒരു റാപ്പ് സോങ് അത് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ട്രെയിലർ ഓക്കെ കണ്ടിട്ടുള്ളവർ കാണാം കേട്ടോ. എന്താണെന്ന് അറിയാൻ ഒരു ടെൻഷൻ ഉണ്ടാവും, ട്രെയിലർ ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്തായാലും മഞ്ഞുമ്മൽ ബോയ്സ് അത് വലിയൊരു വിജയമായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ. ബാക്കി നമുക്ക് പടം കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ബൈ.